ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന പ്രിയ സ്നേഹിതമാരെ ഗീതാശംസകൾ. എന്റെ അനിയൻ റിഷാദ്, കമോൺ. കണ്ടാലാരും കൊതിച്ചു പോവും കമറൊളിവല്ലേ എന്റെ ശബാന. നമസ്കാരം. കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ഇടുന്നത്. എപ്പോഴും ഒരേപോലെ വീഡിയോ ഇട്ടാൽ ശരിയാവും. എന്തെങ്കിലുമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രസകരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളും കുറച്ച് സന്തോഷങ്ങളും വേണ്ടേ? ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് കാണിക്കുന്ന ഒരു വ്ലോഗ് മാത്രമല്ല, ഒരു കലാകാരനെ കൂടിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ സൃഷ്ടിക്കുന്നത്. ലോകം മുഴുവൻ അറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം. ആ കലാകാരനെ ഈ നാട്ടുകാർക്കറിയാം. നിങ്ങൾ കേട്ടിട്ടില്ലേ 100% ആരാ തികഞ്ഞിട്ടുള്ളതെന്ന്? എന്നാൽ അങ്ങനൊരു വ്യക്തിയുണ്ട്. നിങ്ങൾ ഈ വീഡിയോ തീരുമ്പോൾ അയാളുടെ പുകഴ്ത്തി പറയും, ഇയാളാണ് 100% തികഞ്ഞിട്ടുള്ളത്, ഇയാൾക്കില്ലാത്ത കഴിവുകളില്ല. ഇങ്ങ് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിർത്താതെ ലിമിറ്റഡ് സ്റ്റോപ്പിൽ ബസ് ഓടിക്കുന്ന ഒരേ ഒരു വ്യക്തി, ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഒരാൾ. 2 വീലർ മുതൽ 12 വീലർ വരെ നന്നാക്കാൻ അറിയാവുന്ന ഹെൽപ്പുള്ള മെക്കാനിക്കൽ, റീൽസിനെ വൈറലാക്കിയ വ്യക്തി, പത്തനാപുരം പഞ്ചായത്തിന്റെ ആദ്യത്തെ 1 മില്യൺ. അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ ഇദ്ദേഹത്തിന് പിന്നിലുണ്ട്. ഇദ്ദേഹം ഒരു ഗായകൻ കൂടിയാണ്. ഇദ്ദേഹം സ്വന്തമായി എഴുതിയൊരു ആൽബം സോങ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെയാണ് കഴിവ്. പക്ഷെ ഇനി പറയാൻ വരട്ടെ, ഇനിയും ഉണ്ട് ഒരുപാട്. ഇദ്ദേഹം എഴുതിയൊരു ആൽബം സോങ് ഉണ്ട്. പക്ഷെ അവിടെ മാത്രമാണ് ഇദ്ദേഹം തോറ്റുപോയത്. എഴുതിയ സോങ് റിലീസ് ചെയ്യാൻ സാധിച്ചില്ല. 2019 എഴുതി പൂർത്തിയാക്കിയ ഞാൻ കെട്ടാതെ പോയ പെണ്ണ്, അതിൽ പ്രളയം കാരണം നശിച്ചുപോയി. റിലീസാകാൻ കഴിഞ്ഞില്ല. 2020 പുറത്തിറങ്ങാൻ പുതിയൊരു ഗാനമായി വന്നപ്പോൾ അന്ന് കൊറോണ കൊണ്ടുപോയി. പിന്നെ അദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രോബ്ലംസ് കാരണം അയാൾ 3 വർഷം മാറ്റിവെച്ചു. ഇന്നിതാ 2025 പുതിയ സോങ് എഴുതി അദ്ദേഹം ലോകത്തെ സൃഷ്ടിക്കാൻ പോകുന്നു. ആ ആൽബത്തിൻ്റെ പേരാണ് പൊന്നുസഖി എന്തിനാ പിണക്കമെന്നു അതെന്തിനാ. ഇത് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് റിലീസാവുന്നത് കാണാം. വെയിറ്റ് ചെയ്യൂ. നിർത്താൻ പറ്റും. ഇദ്ദേഹം ആരാണെന്നറിയാം, കഴിവെന്താണെന്നറിയാം. ഇദ്ദേഹത്തിന്റെ പേര് കൂടി അറിയണ്ടേ? ഇന്ന് പ്രസവത്തിൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം ഇദ്ദേഹത്തിന്റെ പേര്. 60, 70, 80, 90 വയസ്സുകൾ പ്രായമുള്ള ആൾക്കാർക്ക് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ചെയ്യുന്ന ഒരു ആൽബം ഗായകൻ. ഇനി മുതൽ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഭരിക്കാൻ പോകുന്ന പേര്. സ്വാഗതം ചെയ്യാം, ജുനൈദ് മലബാർ. സോറി സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ യാത്രക്കിടയിൽ ഇദ്ദേഹത്തിനെ കുറിച്ച് വർണ്ണിച്ച് ഒരു ഫാനായി മാറിയതോടെ നമ്മുടെ ട്രിപ്പിൻ്റെ റൂട്ട് പറയാൻ മറന്നുപോയി. ഇന്ന് ഞങ്ങളുടെ റൂട്ട് പത്തനാപുരം പള്ളിമുക്കിൽ നിന്ന് പെട്രോൾ ഒഴിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. പുന്നല, കറവൂർ, ശാലിയക്കര വഴി കയറി കുറവൻതാവളം വഴി കയറി മാമ്പഴത്തറയിലേക്കാണ് പോകുന്നത്. അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ നിങ്ങളിനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ജുനൈദ് മലബാറിൻ്റെ അടിപൊളി ഗാനവുമുണ്ട്. അതാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, ഞങ്ങൾക്കറിയാം. ഓരോ വീഡിയോ ഡീറ്റെയിലും ഞങ്ങൾ ഓരോ വീഡിയോ കാണിക്കുന്നതാണ്. നിങ്ങളെ ആസ്വദിപ്പിക്കുകയും ചെയ്യാണ്, രസിപ്പിക്കുകയും ചെയ്യാണ്, സന്തോഷിപ്പിക്കുകയും ചെയ്യാണ്. കാണാം. ഞങ്ങളിതാ പുന്നലയുടെ ഗ്രാമീണ ഭംഗിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ വണ്ടി ഓടിച്ചു വരുന്ന വ്യക്തിയുടെ കാര്യം നിങ്ങളോട് പറയണ്ടല്ലോ. ഇദ്ദേഹം ഒരു റേസർ കൂടിയാണ്. ഇപ്പോൾ ഇദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ മാസ്ട്രോയിലാണ് യാത്ര ചെയ്യുന്നത്. സാഹചര്യം മൂലം മാസ്ട്രോയിൽ യാത്ര ചെയ്യണമെന്നാണ് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതാ ജുനൈദിക്കാവാത്ത സക്കു ഋഷുവേട്ടൻ നയിക്കുന്ന അതിസാഹസികമായ അച്ചൻകോവിൽ യാത്രയാണ് സുഹൃത്തുക്കളെ കാണാൻ പോകുന്ന ബേക്കറിയിലേക്ക്.
യാത്ര വീണ്ടും തുടങ്ങുന്നു. ഇന്നത്തെ യാത്ര നേരെ അച്ചൻകോവിൽ പോകരുതെന്നാണ് അക്കു പറയുന്നത്. പനയടിച്ചു വേണ്ടി മാത്രം അവിടെ എത്തിയാൽ മാത്രമേ ഒരു സുഖം കിട്ടുമെന്നാണ് നിർദ്ദേശിക്കുന്നത്. പോകുന്ന വഴി ടൂളിനെ പോലെ മെലിഞ്ഞതും വളഞ്ഞതുമായുണ്ട് ഒരാൾ ഇറങ്ങേണ്ടി വന്നു. പോകുന്ന വഴിക്കും ഇത് ജുനേദല്ലേ, റീൽസ് ചെയ്യുന്നതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം വണ്ടി നിർത്തി എന്ത് സ്നേഹത്തോടെയാണ് ജുനേദ് സംസാരിക്കുന്നത്. ഒരു വാഹനത്തിൽ വരുന്നൊരു വ്യക്തി കൂടി നോക്കുന്നുണ്ട്. ഇത് കൊല്ലം മുതൽ കാസർഗോഡ് വരെ ഓടിക്കുന്നൊരു മുതലല്ലേന്ന്. വീണ്ടും യാത്ര തുടങ്ങി. എന്ത് മനോഹരമാണ് ഈ കൊച്ചു കേരളത്തിലൂടെ യാത്ര ചെയ്യാനെന്ന് പുതിയതായി ഗൾഫിൽ നിന്ന് വന്ന എൻ്റെ ഒറ്റയാൾ സുഹൃത്തായ ആഷിഖ് എച്ചാസ് പറയുന്നു. ഞങ്ങളിതാ വീണ്ടും കറവൂരിൻ്റെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി അവിടുത്തെ വിശേഷങ്ങൾ കേൾക്കാം. ഇതൊരു യാത്ര മാത്രമല്ലല്ലോ, നമ്മുടെ ഹൈലൈറ്റ് എന്താണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. നമ്മൾക്ക് ജുനൈദ് മലബാറിന്റെ ഗാനം കേൾക്കണ്ടേ? വാ, കേൾപ്പിച്ചു തരാം. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞനിയത്തിയും കുഞ്ഞനിയന്മാരെ, സഹോദരി സഹോദരന്മാരെ, എന്നെ സ്നേഹിക്കുന്നതും ഞാൻ സ്നേഹിക്കുന്നതിൻ്റെ എല്ലാവർക്കും എൻ്റെ ഇത് ആശംസകൾ. പാടിബിലാലെന്ന പൂങ്കുയിലെ പണ്ട് പാവനദീനും പേടിച്ചല്ലേ, കാടിനകും കുഫിർ കൂട്ടത്തില് പുണ്യക്കലമത്തുറപ്പിച്ച പൂങ്കരളെ, നെരികെട്ടവും മയത്തിനെ ജമാനെ കൊണ്ട് നീറുന്നു ആ കഥ ഓർത്തിടുമ്പോ, പാടിബിലാലെന്ന പൂങ്കുയിലെ പണ്ട് പാവനദീനും തേണിച്ചല്ലേ. എങ്ങനെയുണ്ട് മച്ചാമാരെ സോങ്? കനാലിലെ പിള്ളേർക്ക് വെള്ളം കിട്ടിയ പോലാണ് ഞങ്ങൾക്ക് ഈ മധുര സോങ് കേട്ടപ്പോൾ കിട്ടിയൊരു ഫീല്. അന്തസ്. വീണ്ടും വനത്തിലൂടെയുള്ള യാത്രകൾ ഞങ്ങൾ തുടങ്ങി. നല്ല പച്ചപ്പും ഹരിതാപവുമായിട്ടുള്ള റബ്ബറും തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഇതാ എച്ചും ഏട്ടനും അതിശക്തമായ നല്ല കൂട്ടുകെട്ടിലൂടെയാണ് അവർ വണ്ടി ഓടിച്ചു പോകുന്നത്. അവരുടെ സ്നേഹം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാം. എന്തൊക്കെയാണ് അവർ കാണിച്ചു കൂട്ടുന്നതെന്ന് നമുക്ക് കാണാം. കാലാവസ്ഥ മഴയ്ക്ക് അനുകൂലമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിതാ സൈഡിലേക്ക് വണ്ടി മാറ്റി നിർത്തുന്നു. ജുനൈദ് മലബാർ എന്ന് പറയുന്ന മധുര ഗായകൻ അടുത്ത പാട്ടിനായി ഒരുങ്ങുകയാണ്. ആ പോകുന്ന ഉസ്താദ് നമ്മുടെ ജുനൈദിക്കടെ ഫേസ്ബുക്ക് ഫ്രണ്ടായ നവാസ് മൗലവിയാണെന്ന് പറഞ്ഞു തന്നു. ഞങ്ങളുടെ ജുനൈദിക്കായ്ക്ക് അദ്ദേഹത്തെ അറിയാവുന്നതുകൊണ്ട് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി അദ്ദേഹത്തെ പിന്തുടർന്നു ഞങ്ങൾ കണ്ടു. കൂടുതൽ അടുത്തപ്പോഴായിരുന്നു ഞങ്ങൾ അറിഞ്ഞത് അദ്ദേഹം ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ, വൈൽഡ് ഫോട്ടോഗ്രാഫർ, 3 സ്റ്റുഡിയോ എന്നൊക്കെ ഉള്ളൊരാൾക്കാരാണെന്ന്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനാണ്. അദ്ദേഹം ഒരു മോഡൽ കൂടിയാണ്. നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അനക്കങ്ങൾ കേട്ട് കാട്ടുപോത്താണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഫോണുകൾ ഉയർത്തി. ഈ ഒരു കാടിനെ കുറിച്ച് നിങ്ങളുടെ 2 വാക്ക് ജുനൈദ് സംസാരിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന പ്രിയ സ്നേഹിതന്മാരെ, ഈദാശംസകൾ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ. ഞങ്ങളിപ്പോൾ കുന്നല, കറൂർ, കുറവന്താവളം, മാമ്പഴത്തറ, കതിരൊട്ടി, തെമ്മല ഭാഗത്തോട്ടാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല അന്തരീക്ഷവും നല്ല വൈബും ഉള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ച പച്ചപ്പുൽ നിറഞ്ഞ പ്രദേശമാണ്. നല്ല മയിലുകളും നല്ല പോത്തുകളും നല്ല ആനകളും കടുവയും പുലിയും മുയിലുകളും നല്ല മാൻകുട്ടികളും ഇറങ്ങുന്ന പ്രകൃതി ഭംഗി ആസ്വദിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാനും എൻ്റെ അനിയന്മാരും ഞങ്ങളെ കുണ്ടയും പ്രദേശത്തു നിന്നും വന്നതാണ്. ഞങ്ങൾ സ്ഥിരം ഇവിടെ വരുന്നതാണ്. ഇന്ന് പെരുന്നാളായതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഉല്ലാസയാത്രയായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. ജുനൈദിക്കയുടെ നേതൃത്വത്തിൽ
അത് സന്തോഷമായി ഞങ്ങളിതാ രസകരമായി യാത്ര തുടങ്ങിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് കാണാം. KSRTC കണ്ടതോടെ ജുനീദിക്ക പിന്നും പിന്നും നോക്കാതെ കാട്ടിലേക്ക് വണ്ടി കയറ്റി. ജുനീദിക്ക പറഞ്ഞു തന്നു, എൻ്റെ ആനവണ്ടിക്ക് വഴി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ആർക്ക് വഴി കൊടുക്കണമെന്ന്. നല്ല വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങൾ യാത്രക്കിടയിൽ ചെറിയൊരു പണി കിട്ടി. വനത്തിനുള്ളിൽ യാത്രയായതുകൊണ്ട് ബ്രേക്കിന് ചെറിയ തകരാറായപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് ഭയന്നു. ജുനീദൊക്കെ എന്താണ് നമ്മുടെ വണ്ടിയുടെ പ്രശ്നം? വണ്ടിക്ക് ശകലം ബ്രേക്ക് കുറവുണ്ട്. നമ്മുടെ അനിയന്റെ വണ്ടിയാണ്. അവൻ വണ്ടി കൈ കൊടുത്ത അവൻ 100 എന്നാ പോകുന്നത്. ഇതിന് ശകലം ബ്രേക്ക് മുറുക്കി കൊടുക്കാൻ നമ്മൾ വിചാരിച്ചു. ബ്രേക്കില്ലാണ് ഒട്ടും ബ്രേക്ക് ശകലം കുറവാണ്. ഒട്ടും ബ്രേക്ക് റെഡിയാവും. ഓക്കെ ഇദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു പേടിക്കുന്നു? ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, 100% തികഞ്ഞവൻ ഇതല്ലേ. നിങ്ങൾ പറ. ഇത് ശരിയായപ്പോൾ ഇവരുടെ കണ്ണിലുള്ള സന്തോഷങ്ങളില്ലേ, ഈ സന്തോഷങ്ങളൊക്കെ കൊണ്ടാണ് ഇദ്ദേഹം ജനങ്ങൾക്കിടയിൽ ആരാണെന്ന് മനസ്സിലാകുന്നത്. സമയം കളയാതെ വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. എൻ്റെ കൂടെയുള്ള ഈ കൊച്ചു കൂട്ടുകാരനും പറഞ്ഞു, എന്തൊരു വൈബാണ് ആ മനുഷ്യൻ, നൈസല്ലേ എന്ന്. ഞാനും സമ്മതിച്ചു. കാലാവസ്ഥ മോശമായി തുടങ്ങി. മഴയുടെ ചാറ്റലിൻ്റെ പവറുകളും കൂടി തുടങ്ങി. മഴയുടെ ശക്തി കൂടുന്തോറും അവിടെയുള്ള മനോഹരമായ കൊച്ചു ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാൻ സാധിക്കും. മഴയുടെ ശക്തി കുറഞ്ഞതോടെ കാലാവസ്ഥ നല്ല മാറിയിരിക്കുന്നു. എന്തൊരു മനോഹരമാണ് ഈ കോട നിറഞ്ഞ ഈ മനോഹരമായ വിഷ്വൽസ് കാണാൻ. കുറവന്താവളത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി നിർത്തി ജുനൈദിക്ക പന്തുന്നു. ഈ സമയത്താണ് ഈ മഴ ഇവിടെ പെയ്യേണ്ടതെന്നും ഒറിജിനൽ ബ്യൂട്ടി അറിയണമെങ്കിൽ അത് ഇപ്പം പെയ്യണമെന്നായിരുന്നു. ഞങ്ങൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ടും ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടും ജുനൈദിക്ക ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിച്ചു. നിങ്ങളിപ്പം ആലോചിക്കുന്ന എന്താണെന്ന് എനിക്കറിയാം. ഇവരെന്താ സംസാരിക്കുന്നതല്ലേ? വാ, ഞാൻ പറഞ്ഞു തരാം. എടാ റിഷാലെ, മഴ പെയ്തപ്പോൾ എൻ്റെ മനസ്സൊന്ന് തണുത്ത് എനിക്കൊരു പാട്ട് പാടണം. ഇനി എനിക്കൊരു അവസരം ഒപ്പിച്ചതാണ്. നിങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? വാ, കേൾപ്പിച്ചു തരാം. ഹലോ എൻ്റെ സ്നേഹിതന്മാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഞാനിപ്പോൾ കുറവന്താവളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ അനിയന്മാരുടെ ജസ്റ്റ് ഇങ്ങോട്ട് ഇതിന്റെ ഈദാശംസകൾ പ്രമാണിച്ച് ചുമ്മാ ഞങ്ങൾ ബൈക്ക് യാത്രയായിട്ട് പുറപ്പെട്ടു വന്നതാണ്. എൻ്റെ അനിയൻ റിഷാൽ, കമോൺ. ഇവിടെ നല്ല പ്രകൃതിയ രമണീയമായ ഭംഗിയിൽ ഞങ്ങൾ ആസ്വദിക്കുകയാണ്. നല്ല കൈത കൃഷിയും നല്ല റബ്ബർ കൃഷിയും. അവിടെ സുഹൃത്തുക്കളെ, എൻ്റെ അനിയന്മാരാണ് അവിടെ നിൽക്കുന്നത്. അജ്മൽ, മക്കളെ വാ. ഇനി ചെറിയൊരു മധുര ഗാനം കേൾക്കാം. അറിയാൻ പ്രണയിക്കൂ ഒരു വട്ടം, പൂക്കൾ അവിടെ പ്രണയിക്കും ഒരു വട്ടം. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ.
നിങ്ങൾക്കിഷ്ടമായോ ഞങ്ങളുടെ ജുനൈദ് മലബാറിൻ്റെ അതിമനോഹരമായ ഗാനം? എനിക്കറിയാം, പറയേണ്ടതില്ലല്ലോ, അയാൾ അത്ര മനോഹരമായിട്ടാണ് ആ സിറ്റുവേഷനിൽ പാടിത്തീർത്തതെന്ന്. ഇപ്പോൾ കുറവന്താവളത്തിലാണ് ഉള്ളത്. നല്ല മനോഹരമായ കാഴ്ചകൾ കാണാം. വണ്ടി കിട്ടിയ വണ്ടി ഇത് ബ്രേക്കില്ല, പക്ഷെ എന്നാലും അതൊരു വൈബാ. കുറവന്താവളത്തെ യാത്രകൾ കണ്ട് ഞങ്ങളിതാ മാമ്പഴത്തറയിലേക്ക് കടക്കുകയാണ്. ഞങ്ങളുടെ മനസ്സിനുള്ളിൽ ഇടം കയറിയ ഞങ്ങളുടെ ജുനൈദ് മലബാറിത ഹൈ റേഞ്ചിലേക്ക് കയറി വരികയാണ്. എന്തൊരു മനോഹരമാണ് ആ ഡ്രൈവിംഗ് സ്റ്റൈല് കാണാൻ. ഈ പുതുമയുള്ള റോഡിലൂടെ അന്തസ് ഇത്രയും മനോഹരമായിട്ട് ആരോടിക്കും? ഈ ഇരിക്കുന്നത് വെറുതെയല്ല, അടുത്ത ഗാനം കേൾക്കാനായി കാത്തിരിക്കുകയാണ്. അതിനുള്ള തിരക്കിലാണ് ഇവർ. ജുനൈദ് കുണ്ടയം പത്രാരം ആലപിക്കുന്ന ആൽബം സോങ്സ് 90s പ്രണയകാലങ്ങളിൽ കൂടി കടന്നു വന്ന ഒരു വിരഗാനമാണ് പാടകം. ആശകളില്ലാത്ത എൻ ജീവയാത്രയിൽ സ്നേഹത്തിൻ പൂമായി വന്നവളെ ആരോരും അറിയാത്ത. ഈ ഒരു ഗാനം കേട്ടാണ് ഉള്ളൊന്നു വിങ്ങി വീണ്ടും ഹൈ റേഞ്ചിലേക്ക് കയറിയത്. നമ്മുടെ വീഡിയോയുടെ ക്ലൈമാക്സ് ആയിരിക്കും സുഹൃത്തുക്കളെ. മഴ കാരണം കാലാവസ്ഥ നേരത്തെ ഇരുട്ടിയതോടെ കാടിറങ്ങണമെന്നാണ് ജുനൈദ് മലബാർ ഞങ്ങളെ പറഞ്ഞു തന്നതും. കാട്ടാനകളും കാട്ടുപുലികളും കാട്ടുപോത്തുകളും കാട്ടുപന്നികളും ഇറങ്ങുമെന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഈ വീഡിയോയുടെ ക്ലൈമാക്സിൽ നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ തീർച്ചയായിട്ടും അവസാനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അവസാനം വരെ നിങ്ങൾ കാണുക. തെമ്മലയിൽ വന്നു ചാടി 13-ാം കണ്ണറ വഴി പാസ് ചെയ്ത് പുനലൂർ വഴിയാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്. ഇനി നമ്മുടെ ജുനൈദ് മലബാറിന്റെ ഒരു ഗാനോടെയും കേട്ടുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. എത്ര നാളു കാത്തിരുന്ന് ഒന്ന് കാണുവാൻ, എത്ര നാളു ഞാനിരുന്ന് ഒന്ന് മിണ്ടുവാൻ, എന്റെ മണവാട്ടി പെണ്ണാണു നീ, എന്റെ വീടാമ്പൽ പൂവാണു നീ. എന്റെ സ്നേഹം നിറഞ്ഞ എന്റെ സ്നേഹിതരെ, ഇന്നത്തെ ഞങ്ങൾ ട്രിപ്പ് കൂടെ അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോസും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ ജുനൈദ് പത്തനാപുരം. ജുനൈദ് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം കൂടി, ഒറ്റ ഗാനം ചെയ്യും. കണ്ടാലാരും കൊതിച്ചു പോവും കമറൊളിവല്ലേ എന്റെ ശബാന. പണ്ടേ ഞാനും നിനച്ചു പോയൊരു സുന്ദരനല്ലേ എന്റെ ബാദശാ. കണ്ടാലാരും കൊതിച്ചു പോവും കമറൊളിവല്ലേ എന്റെ ശബാന. പണ്ടേ ഞാനും നിനച്ചു പോയൊരു സുന്ദര